അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി കെ പ്രസന്നകുമാരിയും നമ്മുടെ അംഗനവാടിക്കാരുടെ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സൺ കൂടിയായ വ്യക്തിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമനിധിയുമായി ഒട്ടനവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഉണ്ട് എന്നതിനാലാണ് ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 33,120 അംഗനവാടികളിലായി 66,200 ജീവനക്കാർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2010 നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ 5,000-ൽ താഴെയുള്ള അംഗനവാടി ജീവനക്കാരാണ് പെൻഷൻ പറ്റി പിരിഞ്ഞു പോയത്. അന്ന് അവർക്ക് പെൻഷനായി നൽകിയിരുന്നത് വർക്കർക്ക് 500 രൂപയും ഹെൽപ്പർക്ക് 300 രൂപയുമായിരുന്നു. 2025 എത്തി നിൽക്കുമ്പോൾ ഇന്ന് പെൻഷൻകാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച് 22,000-ലധികം പെൻഷനേഴ്സിൻ്റെ എണ്ണം എത്തി നിൽക്കുകയാണ്. ഇതിൽ 10,571 വർക്കർമാരും 11,082 ഹെൽപ്പർമാരും ഉൾപ്പെടുന്നു. ഇന്ന് അംഗനവാടി ജീവനക്കാർക്ക് പെൻഷൻ തുകയായി 2,500 രൂപ വർക്കർക്കും 1,500 രൂപ ഹെൽപ്പർക്കും നൽകി വരുന്നു. ഈ പെൻഷൻ തുകയുടെ വർധനവും അംഗനവാടി ജീവനക്കാർ വിരമിച്ചതിൻ്റെ എണ്ണത്തിൻ്റെ വർധനവിൻ്റെയും ഭാഗമായി ക്ഷേമനിധി ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരിക്കുകയാണ്. കാരണം നമ്മൾ ക്ഷേമനിധിയുടെ പ്രവർത്തനം ആരംഭിച്ചത് 93-ലാണ്. 93 ജൂലൈ മാസത്തിൽ ആണ് ക്ഷേമനിധിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ഒരു അംഗനവാടി വർക്കറിൽ നിന്ന് 20 രൂപയും ഹെൽപ്പറിൽ നിന്ന് 10 രൂപയുമായിട്ടാണ് അംശാദായ തുക വാങ്ങിയിരുന്നത്. ആ സമയത്ത് 10% തുകയാണ് സർക്കാർ വിഹിതമായി നമുക്ക് നൽകിയിരുന്നത്. 118 മാസത്തോളം ഇത്തരത്തിലുള്ള അംശാദായ തുകയാണ് ജീവനക്കാരിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ചിരുന്നതെങ്കിൽ അതിനുശേഷം 2015 മുതൽ അത് 30 രൂപ വർക്കറുടെയും 15 രൂപ ഹെൽപ്പറുടെയും അംശാദായ തുകയായി വാങ്ങാൻ തുടങ്ങി. ആ സമയത്ത് തത്തുല്യമായ തുകയാണ് സർക്കാർ ക്ഷേമനിധി ബോർഡിന് നൽകിയിരുന്നത്. ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത് 2016 മാർച്ച് മാസത്തിലാണ്. 2016 മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം പുതിയ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി അന്ന് 2016 മാർച്ച് മാസത്തിൽ ക്ഷേമനിധിയുടെ ആക്റ്റും ചട്ടങ്ങളും നിലവിൽ വരുമ്പോൾ വേണ്ടത്ര അന്നത്തെ ഭരണകർത്താക്കൾ അത് ശ്രദ്ധിച്ചോ എന്ന് ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആയതിൻ്റെതായിട്ടുള്ള അപാകതകൾ പലതും ഉണ്ടായതിൻ്റെ ഭാഗമായി ഇന്ന് പലർക്കും നമ്മൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പാപഭാരം ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെയും ഇന്നത്തെ ക്ഷേമനിധി ബോർഡിൻ്റെയും മേൽ കെട്ടി ആരോപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പുറമെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2010 ആരംഭിച്ച പെൻഷൻ പദ്ധതി 500 രൂപയിൽ നിന്നും 300 രൂപയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവുന്നതിന് വേണ്ടി 2017 വരെ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും കാത്തിരിക്കേണ്ടി വന്നു. 2017 വർക്കർമാരുടെ പെൻഷൻ 500 എന്നത് 1000 രൂപയായും ഹെൽപ്പർമാരുടെ പെൻഷൻ 300 എന്നത് 600 രൂപയുമായി വർദ്ധിപ്പിച്ചു. പിന്നീട് അത് 2020 1000 എന്നത് 2000 രൂപയായും 600 എന്നത് 1,200 രൂപയായും വർദ്ധിപ്പിച്ചു. വീണ്ടും തൊട്ടടുത്ത വർഷം 2000 എന്നത് 2,500 രൂപയായും 1,200 എന്നത് 1,500 രൂപയായും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് ക്ഷേമനിധി ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ക്ഷേമനിധി ബോർഡിൻ്റെ സ്ഥിര വരുമാനം വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ഘട്ടങ്ങളിലുമുള്ള ഓരോ വർഷങ്ങളിലുമുള്ള അധികമായിട്ടുള്ള വരുമാന വർധനവിൻ്റെ കുറവും ചെലവ് കൂടുതലും വന്നതിൻ്റെ ഭാഗമായി ക്ഷേമനിധി ബോർഡ് ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസം ക്ഷേമനിധി ബോർഡിന് അംശാദായം ഇനത്തിൽ ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്നത് 2,10,00,000 രൂപയാണ്. ചെലവാണെങ്കിൽ പെൻഷൻ തുക മാത്രമായി കണക്കെടുക്കുമ്പോൾ തന്നെ 4 കോടിയിലധികം രൂപ പെൻഷൻ തുകയായി നമുക്ക് ചെലവ് വരുന്നുണ്ട്. വരവിൻ്റെയും ചെലവിൻ്റെയും ഈ വലിയ അന്തരം ആണ് ക്ഷേമനിധി ബോർഡിനെ വലിയ പ്രതിസന്ധിയിലാക്കിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ബോർഡിനെ
വിരമിച്ച ആളുകൾക്ക് പെൻഷൻ കൊടുക്കുവാനോ കൃത്യമായി സമയത്ത് അവരുടെ അംശാദായ തുക കൊടുക്കുവാനോ സാധിക്കാതെ വന്നു. ഇതെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന നിരന്തരമായി ഇടപെടുകയും CITUവിന്റെ കൂടി സർക്കാരിനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായും നമ്മൾക്ക് പെൻഷൻ കുടിശ്ശികയായി ഉണ്ടായിരുന്ന തുക നൽകുന്നതിന് വേണ്ടി മാർച്ച് മാസം 2025 മാർച്ച് മാസത്തിൽ 26-ാം തീയതി 10 കോടി രൂപ അധിക തുകയായി സർക്കാർ അനുവദിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ സാമ്പത്തിക ബാധ്യത തീരുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം നമ്മളുടെ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്ഷേമനിധി ബോർഡിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഓരോ വർഷവും 2000-ത്തിലധികം ആളുകളാണ് പെൻഷൻ പറ്റി പുറത്തു വരുന്നത്. അവരുടെ എല്ലാം പെൻഷൻ തുക മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ പലതവണ നമ്മൾ സമീപിച്ചതിന്റെ ഭാഗമായി സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടി ചില തീരുമാനങ്ങൾ സർക്കാർ എടുക്കുകയും ആ സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി സംഘടനയും CITUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും നിരന്തരമായ ഇടപെടലിന്റെയും സമ്മർദ്ദത്തിന്റെയും ഭാഗമായി ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ആഗസ്റ്റ് മാസം 30-ാം തീയതി 12 കോടി 32 ലക്ഷം രൂപ വീണ്ടും അധിക തുകയായി സർക്കാർ അനുവദിക്കുകയുണ്ടായി. ഈ തുക ഇന്നോ നാളെയോ നമ്മുടെ ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുമെന്നാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചകളിൽ 2023-ൽ വിരമിച്ച 1024 വർക്കർമാർക്കും 825 ഹെൽപ്പർമാർക്കും അവരുടെ അംശാദായ തുകയും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ സാധിക്കുമെന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സംഘടനയെക്കുറിച്ചും ഈ സർക്കാരിനെ കുറിച്ചും ക്ഷേമനിധി ബോർഡിനെ കുറിച്ചും വലിയ ആരോപണങ്ങളാണ് പുറമേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള അവജ്ഞയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തള്ളിക്കളയണമെന്നുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്.